ഹായ് TM ഫാമിലി. ഒരു പെൺകുട്ടിയെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് കൊറിയയിലെ ഒരു വീട്ടിലെ മുത്തശ്ശിയെ കെയർ ടേക്കറായിട്ട് നോക്കാൻ പോവാണ്. എന്നാൽ ആ ഗ്രാമത്തിലെ പല പെൺകുട്ടികളും മരണപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ പല നിഗൂഢ മിസ്റ്ററികളും ആ വീടിനെയും നാടിനെയും ചുറ്റി നടക്കുന്നുണ്ട്. ഒരു കഥയിൽ നമ്മൾ എത്രയൊക്കെ ട്വിസ്റ്റ് കാണാറുണ്ട്, എന്നാൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ഇത്രത്തോളം ട്വിസ്റ്റ് വെച്ച് പറഞ്ഞ കിടിലൻ സസ്പെൻസ് മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ കഥ വളരെ ചുരുക്കമായിരിക്കും. ഉറപ്പായിട്ടും ഈ കഥയുടെ ഓരോ ഷോക്കിംഗ് ട്വിസ്റ്റും നിങ്ങളെ ത്രില്ലടിപ്പിക്കും. ഇതിപ്പോ ഞാൻ തള്ളിവിടുന്നതാണോ അല്ലെങ്കിൽ ശരിക്കും കഥയിലുണ്ടോ നമുക്ക് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇതിലും അടിപൊളി കഥകള് വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പും കൊടുക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കഥകൾ ഇനിയും കാണുന്നത് തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയിലെന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തില് ഒരു നഴ്സാണെന്ന് തോന്നുന്ന പെൺകുട്ടിയെ വല്ലാതെ ഭയന്നിട്ട് പ്രേ ചെയ്തുകൊണ്ട് നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു മുത്തിയമ്മ അവളുടെ മുൻപിലായി വന്ന് നിൽക്കുന്നത്. ആ പെൺകുട്ടി മുത്തിയമ്മ കണ്ടിട്ട് വല്ലാതെ ഭയന്നിട്ടുണ്ട്. അവളുടെ നേരേക്ക് മുത്തിയമ്മ പാഞ്ഞടുക്കുകയും ചെയ്യുന്നുണ്ട്. അവള് ഭയന്നിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ലേക്കിനരികിലേക്ക് ഓടിപ്പോവാണ്. പിന്നീട് കേൾക്കുന്നത് അവളുടെ ഒരു അലറൽ ശബ്ദം മാത്രമാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ നായിക അവള് കുറച്ചു മുൻപ് നമ്മൾ കണ്ട ആ ഒരു മുത്തിയമ്മയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഒരു ഫോൺ വരുന്നത്. അവര് പറയുന്നുണ്ട്, നീ ഇനി ഒരു നഴ്സാണ്, അല്ലാതെ മറ്റു രഹസ്യങ്ങള് നിന്റെ യഥാർത്ഥ പേരോ ഒന്നും അവിടെ ആരോടും പറയരുത്. പിന്നെ നീ പോകുന്നതിന്റെ കാര്യം നിനക്കറിയാലോ, അത്രത്തോളം കടം ഇപ്പൊ നീ തലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ നിന്റെ മകളുടെ ട്രീറ്റ്മെന്റും ഇല്ലേ. അപ്പോ ആ മുത്തിയമ്മയുടെ കയ്യില് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു വൈരക്കല്ലുണ്ട്. ആർക്കും ഒരു സംശയം തോന്നാതെ അത് നിന്റെ കൈക്കലാക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും, മകളുടെ ഓപ്പറേഷനും പിന്നെ മുന്നോട്ടുള്ള നിന്റെ ലൈഫും നിനക്ക് സേഫ് ആക്കാൻ കഴിയും. പിന്നെ ഇത് നിനക്ക് ഞാൻ തരുന്ന അവസാന ചാൻസ് ആണ്. നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ മുഖം കാണുമ്പോൾ തന്നെ അവൾക്ക് ആ ഒരു വൈരക്കല്ല് എടുക്കണമെന്നോ കളവ് നടത്തണമെന്നോ തീരെ താല്പര്യമില്ല. പക്ഷെ അവൾക്ക് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ നമ്മുടെ ഹീറോയിന് മുത്തിയമ്മയുടെ വീടിനരികിലായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ഭയന്നോടിയിട്ട് ഒരു ലേക്കിനരികിലേക്ക് പോയിരുന്നില്ലേ, അതേ ലേക്കിനരികിലൂടെയാണ് നമ്മുടെ ഹീറോയിനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേയധികം പോലീസ് തടിച്ചുകൂടി എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവള് കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഈ കഥയുടെ തുടക്കത്തില് ഒരു പെൺകുട്ടി ഭയന്നോടിയത് കണ്ടിരുന്നില്ലേ, ആ ഒരു പെൺകുട്ടി ആ ലേക്കിലായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ഹീറോയിന് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചകലെ ഒരു മരത്തിന് പിന്നിൽ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച ഹീറോയിനെ കണ്ടിട്ടുണ്ട്. കണ്ടുടൻ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി എങ്ങോട്ടേക്കോ അകലെയാണ്. അപ്പോൾ ആ നാട്ടില് ഒരു അമ്മാവൻ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഈ നാട്ടില് പുതുതായിരിക്കൂലേ? ഹീറോയിന് മറുത്ത് ഒന്നും പറയുന്നില്ല. അപ്പോ അമ്മാവൻ പറയാണ്, എന്തിനാ വെറുതെ ഈ ഭാഗത്തേക്ക് കുറെ പെൺകുട്ടികൾ വന്നിട്ട് ചാവാൻ നിൽക്കുന്നേ. അങ്ങനെ ആ പെൺകുട്ടിയുടെ ബോഡി അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോലീസും പോകുന്നുണ്ട്. ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു പെട്ടി അത് താങ്ങിയെടുത്തിട്ട് അവൾക്കത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ വേച്ച് അതുമായിട്ട് ആ ബംഗ്ലാവിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് രക്തം ഒഴുകുന്നത് അവൾ കാണുന്നുണ്ട്. ആ രക്തത്തിന് പിന്നാലെ അവള് പിന്തുടർന്ന് നേരെ പോകുമ്പോ ഒരു പഴയ കുളം അവൾ കാണുന്നുണ്ട്. എന്നാൽ കുറെ നാളായിട്ട് അത് ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതിലേക്ക് ഒരു പൈപ്പിൽ നിന്ന് വെള്ളത്തിന് പകരം രക്തമാണ് ഒലിക്കുന്നത്. അത് ഹീറോയിൻ കണ്ടിട്ട് വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കാണാൻ വന്നിട്ടുള്ള ആ ഒരു മുത്തശ്ശിയെ പരിചയപ്പെടുത്താന് ആ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മാനേജർ ലേഡിയുണ്ട്. അവര് ഹീറോയിനെ മുത്തിയമ്മയെ പരിചയപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടുപോവാണ്. മുത്തിയമ്മ ടേബിളില് ഒരു ലോഡ് കണക്കിന് ഇറച്ചിയും തിന്നിട്ട് എല്ലു മാത്രം ഒരു ബൊക്ക പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുത്തിയമ്മേന്റെ കണ്ണിച്ചോറില്ലാത്ത ഫുഡ് അടി കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ തന്നെ ഷോക്കായി പോയിട്ടുണ്ട്. ഹീറോയിനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മാനേജർ ലേഡി അവളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ മാനേജർ ലേഡി നമുക്ക് ലേഡി എന്ന് തന്നെ വിളിക്കാം. ഹീറോയിൻ ലേഡിയോട് ചോദിക്കുന്നുണ്ട്, മുത്തിയമ്മക്ക് ശരിക്കും എന്താ പറ്റിയേ? അതെന്തോ ആവട്ടെ, വന്ന ജോലി അത് ചെയ്താൽ മതി. പിന്നെ നിന്റെ കൂടെ വേറെ ആരുമില്ലല്ലോ, കുട്ടികളെയൊന്നും കൂട്ടിയിട്ടും വന്നിട്ടില്ലല്ലോ? എന്നാൽ ചെറിയ പതർച്ചയോടെ ഇല്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയുടെ സിപ്പ് തുറന്നിട്ട് ഒരു ചെറിയ കൈ പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നത്. അതായത് ഹീറോയിന്റെ മകളെ ആ ഒരു പെട്ടിയിലാക്കിയിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലേഡി അവിടുന്ന് പോകുമ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടില് പല സ്ഥലത്തായിട്ട് പൈപ്പ് ലീക്കാവുന്ന ഞാൻ കണ്ടല്ലോ. അവര് പറയുന്നുണ്ട്, പഴയ വീടല്ലേ, റിപ്പയറിങ്ങിന് ഒരുത്തിനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അങ്ങനെ ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മുടെ മുത്തിയമ്മയുടെ റൂം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മുത്തിയമ്മ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെയും വിശ്വസിക്കില്ല. അവരുടെ ഒരു സാധനവും അവർ ആർക്കും കൊടുക്കാറില്ല. അത് പല സ്ഥലങ്ങളിലായിട്ടും അവർ ഒളിപ്പിച്ച് വെക്കാറാണ്. അതെവിടെയാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. പിന്നെ രാത്രി സമയത്ത് മുത്തിയമ്മയ്ക്ക് ഉറക്കം ഉണ്ടാവാറില്ല. ഈ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അപ്പോ ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധിച്ച് കണ്ടറിഞ്ഞ് ചെയ്യേ. എല്ലാ ദിവസവും രാത്രി
ഞാൻ വന്നോളാം, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് ആ ലേഡി അവിടുന്ന് പോവാണ്. ഉടനെ തന്നെ ഹീറോയിൻ ഓടി വന്നിട്ട് അവള് കൊണ്ടുവന്ന ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളില് അവളുടെ മകളെ കാണാനില്ല. അവള് ഭയന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ പെൺകുട്ടി വാതിലും തുറന്ന് ഓടി വന്നിട്ട് ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ കൊണ്ടുവന്ന അവളുടെ വസ്ത്രങ്ങളൊക്കെ അവൾ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞോള് ആ റൂമിൽ നിന്ന് കളിക്കാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവളെ പിടിച്ചു വെച്ചിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, മോളെ ഇത് നമ്മുടെ വീടല്ല, ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്, മോള് ഇവിടെ ഓടിപ്പിടിച്ച് കളിക്കരുത്, ആരും മോളെ കാണാൻ പാടില്ല. അമ്മയോട് നേരത്തെ ഇവര് പറഞ്ഞതാ, പക്ഷെ നിന്നെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാടി എനിക്ക്? പിന്നെ നിന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ നീ ഒളിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞോക്കും അത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഹീറോയിന് അവള് കെട്ടിപ്പിടിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് ഒരു വിശ്വാസമുണ്ട്, തന്റെ മകളോട് പറഞ്ഞ കാര്യങ്ങള് അവള് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുപോലെ അവളിനി ചെയ്തോളൂ. അന്ന് രാത്രി നമ്മുടെ കുഞ്ഞോളെ ഹീറോയിൻ ഉറക്കുന്ന സമയത്ത് അവളുടെ കാലിലായിട്ട് ഒരു മുറിവിന്റെ പാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹീറോയിന്റെ മൈൻഡിൽ നിന്ന് ആരും അവളോട് പറയുന്നുണ്ട്, എല്ലാം നിന്റെ തെറ്റാണ്, നിന്റെ മകള് നിന്നെ വിട്ട് പോണെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ പിന്നില് എന്തോ രഹസ്യമുണ്ട്. അത് കേട്ടപ്പോ ഹീറോയിൻ വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തിയമ്മക്ക് ഹീറോയിൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്റെ പാചകം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട? എന്നാലും മറുത്തൊന്നും പറയാതെ ഹീറോയിന്റെ മുഖത്തേക്ക് ആ ഭക്ഷണം മുത്തിയമ്മ തുപ്പാണ്. എന്നാൽ ഹീറോയിൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. മുത്തിയമ്മയുടെ കാല് കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹീറോയിൻ ഇങ്ങോട്ട് വന്നത് ആ ഒരു വൈരക്കല്ലിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നൈസായിട്ട് നമ്മുടെ മുത്തിയമ്മയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്റെ കയ്യില് അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവുണ്ട്, അപ്പോൾ അതെവിടെയെങ്കിലും രഹസ്യമായിട്ടൊന്ന് വെക്കാൻ പറ്റുമോ? ഈ വീട്ടില് അങ്ങനെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതായത് നൈസായിട്ട് നമ്മുടെ മുത്തിയമ്മ അവരുടെ വസ്തുക്കൾ എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക എന്ന് അവള് അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മുത്തിയമ്മ ചോദിക്കുന്നുണ്ട്, നീ വേറെ ആരെങ്കിലും നിന്റെ കൂടെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ? ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല. മുത്തിയമ്മ പറയാണ്, ഇനി നീ ആരെങ്കിലും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ അവരെ മറച്ചു വെച്ചേക്കേ. ആ മുത്തിയമ്മക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. ഹീറോയിനും ചെറുതായിട്ടൊന്ന് ഭയക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തിയമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിപ്പോവാണ്. ഹീറോയിൻ വല്ലാതെ ഭയന്നിട്ടുണ്ട്, ഇനി തന്റെ മകളെ ആറ്റം അവര് കണ്ടുപിടിച്ചാലോ? എന്നാല് മുത്തിയമ്മ നേരെ ഒരു റൂമിലേക്കാണ് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയത്. അതായത് ഹീറോയിൻ കുറച്ചു മുമ്പ് ചോദിച്ചിരുന്നില്ലേ രഹസ്യമായിട്ടുള്ള വല്ല മുറിയും ഇവിടെ ഉണ്ടോന്ന്? അപ്പോ അങ്ങനെ ഒരു സ്ഥലം മുത്തിയമ്മ കാണിച്ചു കൊടുക്കാനാണ് അങ്ങോട്ടേക്ക് ഹീറോയിനെ കൂട്ടിയിട്ട് വന്നത്. എന്നാൽ ആ ഒരു റൂം വല്ലാതെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അമ്മേ ഇനി നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഞാനത് രഹസ്യമായിട്ട് എടുത്തു വെക്കട്ടെ. അങ്ങനെ ആ ഒരു വൈരക്കല്ല് കിട്ടുമെന്ന് ഹീറോയിൻ ആ റൂം മുഴുവനായിട്ട് തേടി നോക്കുന്നുണ്ട്. അവിടെ മൊത്തം തേടി നോക്കിയിട്ടും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും, എന്തായാലും സമയമുണ്ടല്ലോ. അവള് തിരിച്ച് തന്റെ മകളുടെ അടുത്തേക്ക് വരുമ്പോ ആ ഒരു കുഞ്ഞോള് ചുമരിലായിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് വല്ല തിളങ്ങുന്ന ചില്ല് പോലത്തെ കല്ല് വല്ലതും കിട്ടിയാല് അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരണേ. അപ്പോഴാണ് കുഞ്ഞോള് വരച്ച ആ ചിത്രം ഹീറോയിൻ കാണുന്നത്. നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കാട്ടിലായിട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു ചിത്രം. അതായത് ഈ വീട്ടിലേക്ക് ഹീറോയിൻ വന്ന സമയത്ത് ഒരു പെൺകുട്ടി മരത്തിന് പിന്നിൽ നിന്ന് നോക്കിയിരുന്നില്ലേ, അതുപോലത്തെ ഒരു പെൺകുട്ടിയുടെ ചിത്രം. എന്നാൽ ആ സമയത്ത് തന്റെ മകള് ആ ഒരു പെട്ടിയുടെ ഉള്ളിലല്ലേ ഉണ്ടായിരുന്നത്, അവള് ഒരിക്കലും അത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ മാനേജർ ലേഡി ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്റെ മകള് പുറത്തുകൂടി ആ ഒരു ലേക്കിനരികിലേക്ക് പോകുന്നത് ഹീറോയിൻ കാണുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി ആ ഒരു ലേക്കിലെ വെള്ളത്തിലേക്ക് വീഴാണ്. അവൾ ആ ഫോൺ നിലത്തിട്ട് തന്റെ മകളെ രക്ഷിക്കാനായിട്ട് ആ ലേക്കിനരികിലേക്ക് ഓടുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ പിന്നിലായിട്ട് തന്റെ മകൾ വന്ന് നിൽക്കുന്നത്. ഹീറോയിൻ വല്ലാതെ ടെൻഷനായി പോയിട്ടുണ്ട്. തന്റെ മകളോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ ഒന്ന് സംസാരിക്കുക? എന്തെങ്കിലും സംഭവിച്ചാല് അമ്മയെ അറിയണമെങ്കിൽ നീ ഒന്ന് സംസാരിക്കണ്ടേ? അതായത് ഇതുവരെ കുഞ്ഞോള് സംസാരിച്ചിട്ടില്ല. അത് കേട്ടപ്പോ അവളുടെ മുഖം ചെറുതായിട്ട് വാടുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പുറത്തേക്കൊന്നും വരരുതെന്ന്. ആരെങ്കിലും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ തന്റെ മകളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ആ റൂമിനരികിലായിട്ട് നമ്മുടെ മുത്തിയമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോ അവര് കേൾക്കാതെ പതിയെ കുഞ്ഞോളെ കൂട്ടിയിട്ട് അവളെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവളെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ ചൂട് ഹീറോയിൻ പാകമാക്കുമ്പോ വെള്ളം പോകുന്ന ഡ്രെയിനേജ് ഹോളില് ആരുടെയോ മുടി കുടുങ്ങിയതുപോലെ കുഞ്ഞോള് കാണുന്നുണ്ട്. അപ്പോ അവളെ പതിയെ മാറ്റിയിട്ട് ഹീറോയിൻ ആ മുടി മുകളിലേക്ക് വലിക്കുകയാണ്. അപ്പോ ഒരു കയറ് വരുന്നത് പോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവള് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ പുറത്തുനിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഈ വീട്ടില് ആകെയുള്ളത് നമ്മുടെ ഹീറോയിന്, കുഞ്ഞോള്, പിന്നെ നമ്മുടെ മുത്തിയമ്മ. എന്നാല് മുത്തിയമ്മയെ റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് ഹീറോയിൻ വന്നിട്ടുള്ളത്. പിന്നെ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? അങ്ങനെ ആ ടാപ്പ് മൂടിയിട്ട് കുഞ്ഞോളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഹീറോയിൻ വന്ന് നോക്കുകയാണ്. അപ്പോ ഗേറ്റിന്റെ പുറത്തായിട്ട് ഒരു കുഞ്ഞൂസ് ചെറിയ പയ്യൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ ആരാ? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പോ അവൻ പറയുന്നുണ്ട്, ഉള്ളിലുള്ള ആ ഒരു ചെറിയ പെൺകുട്ടിയില്ലേ അവളുമായിട്ട് എനിക്ക് കളിക്കണം. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്,
ഇവിടെ അതിന് ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ, ഞാനും മുത്തിയമ്മയും മാത്രമേ ഉള്ളൂ. എന്നാൽ കുഞ്ഞൂസ് പറയുന്നുണ്ട് നീ വെറുതെ നുണ പറയണ്ട, എനിക്കറിയാം, അവളെ പുറത്തേക്ക് വിട്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും തേടുന്നുണ്ടാവും, വീട്ടിൽ പോടാ. എന്നാൽ ആ കുഞ്ഞോൻ പറയുന്നുണ്ട് നീ ഇവിടത്തേക്ക് വന്നിട്ടുള്ള 6ാമത്തെ ആളാണ്, നീ മര്യാദക്ക് വീട്ടിലേക്ക് പോകുന്ന നിനക്ക് നല്ലത്. എന്നാൽ അവൻ പറയുന്നത് കേട്ടിട്ട് ഷോക്കായിട്ട് ഹീറോയിൻ നിന്നു പോവാണ്. അതേ സമയത്ത് നമ്മുടെ കുഞ്ഞോളുള്ള ആ ഒരു ബാത്റൂമിലെ ടാപ്പ് ഹീറോയിൻ ഓഫ് ചെയ്തിട്ടില്ല പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വെള്ളം വന്ന് ആ ടാങ്ക് നിറയുന്നുണ്ട്. പതിയെ പതിയെ വെള്ളത്തിന്റെ നിറം മാറുകയാണ്. ആ ടാപ്പിൽ നിന്ന് രക്തം ഒഴുകാണ്. ഏതോ ഒരു രൂപം വന്നിട്ട് ആ ഒരു കുഞ്ഞോളെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശബ്ദം കേട്ട് നമ്മുടെ ഹീറോയിന് ഓടി വന്ന് ബാത്റൂമിൽ നോക്കുമ്പോൾ അവിടെ തന്റെ മകളെ കാണുന്നില്ല. വീണ്ടും ഹീറോയിൻ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു മുത്തിയമ്മയുടെ വീട്ടിൽ നിന്നാണ്. ഹീറോയിൻ ഓടിപ്പോയി നോക്കുമ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ റൂമിന്റെ വാതിലിന്റെ അടിയിലൂടെ മുത്തശ്ശിയുടെ രക്തം പുരണ്ട കൈ അവള് കാണുന്നുണ്ട്. പതിയെ റൂമിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ നോക്കുമ്പോൾ റൂം മുഴുവനായിട്ട് അലങ്കോലാക്കിയിട്ടുണ്ട്. അപ്പോ ആ റൂമിന്റെ ഒരു ജനലിന്റെ അരികിൽ നിന്ന് മുത്തിയമ്മ ഹീറോയിന്റെ നേരെ പാഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് നീയല്ലേ അവരെ കൊന്നേ, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. എന്നിട്ട് ഹീറോയിനെ തള്ളിവിടുമ്പോ അവള് താഴെ വീണു പോവാണ്. അവളുടെ ബോധവും അറിയുന്നുണ്ട്. ഹീറോയിന്റെ ബോധം വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ മുത്തിയമ്മയെ കാണുന്നില്ല. തന്റെ മകൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ, മകളുടെ പേരും വിളിച്ചിട്ട് ആ വീട്ടിലൂടെ അവൾ അന്വേഷിച്ചു പോവാണ്. അപ്പോ അവളെ ഭയപ്പെടുത്തുന്ന പല ശബ്ദവും അതുപോലെ ആ വീട്ടിലെ പല ലൈറ്റുകളും മിന്നി അണയുന്നുണ്ട്. ഹീറോയിൻ ഭയന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമിലായിട്ട് ആ മുത്തശ്ശി നടന്നു പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പതിയെ ആ റൂമിന്റെ അരികിലേക്ക് പോകുമ്പോൾ ഒരു പഴയ ഗ്രാമഫോണിലെ പാട്ട് കേൾക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ കാണുന്നത് മുത്തശ്ശി ആ ചെറിയ കുഞ്ഞി പെണ്ണിനെ അവരുടെ മടിയിൽ വെച്ചിട്ട് മോളെ പേടിക്കണ്ട, നിനക്കൊന്നുമില്ലാന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ തന്റെ മകളെ അവളിലേക്ക് വാരി അണയ്ക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന്റെ കൈ തട്ടി മാറ്റിയിട്ട് വീണ്ടും ആ കുഞ്ഞി പെണ്ണ് മുത്തിയമ്മയുടെ അടുത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ മകളെ എന്താ ചെയ്തേ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് നിന്റെ മകളോ? നീ വരുമ്പോ കൂടെ മകളേ ഇല്ലല്ലോ, ഇത് എന്റെ മകളാണ്. ദേഷ്യത്തിലെ ഹീറോയിന്റെ മകളെ അവളിലേക്ക് അടുപ്പിക്കാൻ നോക്കുമ്പോൾ അവളുടെ കഴുത്തിലായിട്ട് ഒരു ചാവിയുള്ള ചെയിന് തൂക്കിയിട്ടുള്ളത് ഹീറോയിൻ കാണുന്നുണ്ട്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിനക്കിത് എവിടുന്ന കിട്ടിയേ? എന്നാല് അതിനുള്ളില് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് വാ മോളെ നമുക്ക് കളിക്കാൻ പോവാം. അപ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോ അവൾക്ക് മനസ്സിലാവാത്ത മറ്റേതോ ഭാഷയിലെ മുത്തശ്ശി സംസാരിക്കുകയാണ്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങളിത് എന്ത് ഭാഷ സംസാരിക്കുന്നേ? എനിക്ക് കൊറിയൻ മാത്രമേ അറിയൂ. അപ്പോ നമ്മുടെ കുഞ്ഞോള് പറയുന്നുണ്ട് വാ മുത്തശ്ശി നമുക്ക് കളിക്കാം. അപ്പോൾ ഹീറോയിന് മനസ്സിലായിട്ടുണ്ട് ഇനി ഒന്നും പറഞ്ഞ് അവരെ തടുക്കാൻ കഴിയില്ല. അപ്പോൾ അവള് പറയുന്നുണ്ട് നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും കളിച്ചോ, പക്ഷേ ആ ഒരു മാനേജർ ലേഡി അവര് എന്റെ മകൾ ഇവിടെയുള്ള കാര്യം അറിയരുത്. അങ്ങനെ കുഞ്ഞോളും മുത്തശ്ശിയും ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു വൈരക്കല്ല് കിട്ടുമെന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശിയുടെ കട്ടിലിന്റെ അടിയിലായിട്ട് എന്തൊക്കെയോ ചടങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ കുറെ നേരം നോക്കിയിട്ടോ ആ ഒരു വൈരക്കല്ല് കിട്ടാത്ത ദേഷ്യത്തില് അവൾ അതൊക്കെ തട്ടിക്കളയാണ്. എന്നിട്ട് ആ റൂമിലെ കബോർഡിൽ അവൾ തേടി നോക്കുമ്പോൾ അവിടെയായിട്ട് ചുവന്ന തുണിയിൽ എന്തോ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൈരായിരിക്കും. എന്നാൽ അത് നോക്കുമ്പോൾ അതും മറ്റെന്തോ ചടങ്ങ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുഞ്ഞോളും മുത്തശ്ശിയും ഓടിപ്പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോ നമ്മുടെ മുത്തശ്ശിക്ക് ആരോ മന്ത്രിക്കുന്നത്, അതായത് നീ ആരാണെങ്കിലും പുറത്തേക്ക് വന്നേക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതേ സമയത്ത് ആ ഒരു കുഞ്ഞിപ്പെണ്ണ് അവിടെയുള്ള റൂമിന്റെ കട്ടിലിന്റെ അടിയിൽ ഒന്ന് ഒളിക്കുകയാണ്. അപ്പൊ കുറച്ചകലെയായിട്ട് അവളുടെ പാവ വീണ് കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ പതിയെ ആ പാവ എടുക്കുമ്പോൾ ആ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു പിശാച് എഴുന്നേൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞോള് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ നേരേക്ക് ആ ഒരു പിശാച് വരുന്നുണ്ട്. പെട്ടെന്ന് കബോർഡ് ക്ലോസ് ആവുകയാണ്. എന്നാൽ അതിനുള്ളില് ഹീറോയിൻ ആ ഒരു കബോർഡ് തുറക്കുമ്പോൾ അതിനുള്ളില് ഭയന്നിട്ട് അവളുടെ മകൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു മുത്തശ്ശി അങ്ങോട്ട് ഓടി വന്നിട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഹീറോയിനെ രൂക്ഷമായിട്ട് അവർ നോക്കുന്നുണ്ട്. അടുത്ത ദിവസം മാനേജർ ലേഡി ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്റെ മകളോട് പറയുന്നുണ്ട് മോള് ഒരിക്കലും ഇന്ന് പുറത്തു വരരുത്. അങ്ങനെ മാനേജർ ലേഡിയെ കാണാന് അവള് പുറത്തേക്ക് പോവാണ്. അപ്പോ മാനേജർ ലേഡിയോട് ആ നാട്ടിലെ ഒരു മന്ത്രവാദി സ്ത്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറോയിൻ കാണുന്നുണ്ട്. ആ മന്ത്രവാദി ലേഡി പറയുന്നുണ്ട് ഈ വീട്ടില് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒരു ചടങ്ങ് ചെയ്താലേ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടൂ. എന്നാല് മാനേജർ ലേഡി അവര് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. പോകുന്നതിന് മുൻപ് ഹീറോയിനെ കണ്ട മന്ത്രവാദിനി ലേഡി പറയുന്നുണ്ട് ആ ഒരു പ്രേതം നിന്നെ പിടിക്കുന്നതിന് മുൻപ് നാട് വിട്ട് രക്ഷപ്പെടാൻ നോക്ക്. മാനേജർ ലേഡി വീട്ടിലേക്ക് വന്ന ശേഷം മുത്തശ്ശിയുടെ മുടിയൊക്കെ വാരി കൊടുക്കുകയാണ്. ആ സമയത്ത് ആ ഒരു മുത്തശ്ശി ചൈനീസിൽ എന്തോ പറയുന്നുണ്ട്. കുറച്ചു നേരത്തെ ഹീറോനോടും പറഞ്ഞിരുന്നില്ലേ? അപ്പോ മാനേജർ ലേഡി ഹീറോനോട് പറയാണ് ഇനി ഇവര് ചൈനീസിൽ വല്ലതും പറഞ്ഞാല് അത് നീ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കേ. അപ്പോ ആ മുത്തശ്ശി പെട്ടെന്ന് ടേബിൾ അടിക്കുകയാണ്. ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോ ഹീറോയിൻ കരുതാണ് അത് ചിലപ്പോ തന്റെ മകളാണെങ്കിലോ. വേഗം ഹീറോയിൻ ഉള്ളിലേക്ക് പോയപ്പോ തന്റെ മകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ആ ഒരു മാനേജർ ലേഡി കാണുന്നതിന് മുൻപ് അവളോട് ഒളിയാൻ പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ഓടി വന്നിട്ട് ഹീറോയിനെ പിടിച്ചിട്ട് പറയാണ്
പറയാണ്, ഞാൻ നിന്നെ കണ്ടുപിടിച്ചല്ലോ. അതില് ആ ഒരു മാനേജർ ലേഡി ആ ഒരു കുഞ്ഞോളെ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഹീറോന്റെ കഴുത്തിലായിട്ട് കുറച്ചു നേരത്തെ ആ ഒരു കുഞ്ഞൂസിന്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിന് നമ്മുടെ മാനേജർ ലേഡി കാണുന്നത്. അവര് ചോദിക്കുന്നുണ്ട്, ഇതേതാ ചെയിന്? അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, ഇത് എന്റെ ചെയിനാണ്. അപ്പോ നമ്മുടെ മുത്തശ്ശി ചെറിയ കുട്ടികളെ പോലെ ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പോ അവര് ഹീറോയോട് പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം, എന്നോട് ഒരിക്കലും നുണ പറയാൻ നിൽക്കരുത്. ഞാൻ ഒരിക്കലും അത് ക്ഷമിക്കൂല, എനിക്ക് തീരെ ഇഷ്ടവുമില്ല. അങ്ങനെ അവര് പോയ ശേഷം ഹീറോയിൻ വീണ്ടും ആ ഒരു വൈരക്കല്ല് അവൾ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ആരോ അവളുടെ അരികിലൂടെ പാസ്സായി പോയത് അവൾ കണ്ടിട്ടുണ്ട്. ആരാന്നറിയാൻ വേണ്ടി പുറത്തു നോക്കുമ്പോൾ നിലത്തായിട്ട് ഒരു ചോക്ക് പീസ് വീണ് കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. തന്റെ മകള് മുകളിലായിട്ട് വല്ല ചിത്രം വരയ്ക്കുന്നതായിരിക്കും. അങ്ങനെ അവൾ മുകളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മുത്തശ്ശിയും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ചേർന്ന് ചത്തു കിടക്കുന്ന ഒരു എലിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഒരു മുത്ത് ഹീറോയിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഈ ഒരു മുത്ത് കഴിച്ചിട്ടാണ് ഇത് ചത്തുപോയത്. ദേഷ്യം വന്ന ഹീറോയിന് തന്റെ മകളെ ശകാരിക്കുമ്പോൾ ആ ഒരു മുത്ത് അവളുടെ നേരെ എറിഞ്ഞിട്ട് ആ ഒരു കുട്ടി കരയാൻ തുടങ്ങാണ്. എന്നാൽ മുത്തശ്ശി ഓടി വന്നിട്ട് ആ ഒരു കുട്ടിയെ പിടിച്ചു മാറ്റിയിട്ട്, നിന്റെ മകളെ പോലെ നീ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോ ആ ഒരു മുത്തശ്ശി തന്റെ മകളെ തന്നിൽ നിന്ന് അകറ്റാണോ ഒന്നും മനസ്സിലാവാതെ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുറച്ചു മുൻപ് അവളുടെ മകള് അവളോട് പറഞ്ഞില്ലേ, മുത്ത് കഴിച്ചിട്ടാണ് ആ ഒരു എലി ചത്തുപോയതെന്ന്. അങ്ങനെയാണെങ്കിൽ തീരെ ശ്രദ്ധ കൊടുക്കാത്ത വല്ല സ്ഥലത്തുമായിരിക്കും ആ ഒരു വൈരക്കല്ല് വെച്ചിട്ടുണ്ടാവുക. അതുമോർത്ത് അവള് തിരിയുമ്പോ അവള് ഒന്നിച്ച് രാത്രി മകളുടെ കൂടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പൊ നോക്കുമ്പോ മകളെ അവിടെ കാണാനില്ല. അപ്പോഴാണ് കുറച്ച് അകലെ നിന്ന് തന്റെ മകളുടെ അലർച്ച ശബ്ദം കേൾക്കുന്നത്. അവളെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോവാണ്. മുത്തശ്ശിയുടെ റൂമിൽ നോക്കുമ്പോൾ അവിടെ മുത്തശ്ശിയെയും കാണാനില്ല. എന്താണ് സംഭവിച്ചെന്നറിയാതെ ഹീറോ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് വെള്ളമുറ്റാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി സ്പൈഡർ വുമൺ ആയിട്ട് മുകളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ കാഴ്ചയായിട്ട് തരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ഹീറോന്റെ മേലേക്ക് വീഴാൻ വരികയാണ്. അവള് ഭയന്ന് പിന്നോട്ട് വലിയാണ്. എന്നിട്ട് മുത്തശ്ശി അവളുടെ നേരേക്ക് ചാടി വീഴുന്നുണ്ട്. പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ അവളുടെ അരികിലായിട്ട് അവളുടെ മകൾ ഉറങ്ങുന്നുണ്ട്. അവളുടെ മകളുടെ കാലും ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. അതായത് ഹീറോയിൻ കണ്ട പോലെ തന്നെ അവളും എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളെ ഹീറോയിൻ നെഞ്ചോട് ചേർത്തിട്ട് അവളെ പതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി വീണ്ടും ചൈനീസിൽ സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫോൺ എടുത്തിട്ട് വീടിന്റെ പുറകിലൂടെ മുത്തശ്ശിയുടെ റൂമിന്റെ ജനലിന്റെ അരിയിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ മാനേജർ ലേഡി പറഞ്ഞിരുന്നില്ലേ, ഇനി എപ്പോഴെങ്കിലും മുത്തശ്ശി ചൈനീസ് ഭാഷ സംസാരിക്കുകയാണെങ്കിൽ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഹീറോയിൻ അവളുടെ ഫോണുമായിട്ട് ആ റൂമിന്റെ ജനലിൽ കാത്തു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആ ഒരു ചെറിയ പെൺകുട്ടിയെ മടിയിൽ വെച്ചിട്ട് അവളോടായിട്ട് ചൈനീസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് മുത്തശ്ശി ഹീറോനെ അവിടെ കണ്ടിട്ടുണ്ട്. അവര് വല്ലാതെ ഹീറോനോട് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയെ തണുപ്പിക്കാൻ ഒന്ന് ഉറക്കാനായിട്ട് കുറച്ച് ഉറക്ക ഗുളികകള് അവരെ കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഹീറോന് അതിന് കഴിയുന്നില്ല. അതിനിടയിൽ ഹീറോയുടെ മകള് വന്നിട്ട് ഹീറോനെ അടിച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ്. അത് കണ്ടപ്പോ ഹീറോന് വല്ലാതെ സങ്കടമായിട്ടുണ്ട്. എന്റെ മോള് എന്നെ ഒന്നും മനസ്സിലാക്കാതെ ഏത് സമയത്തും ആ ഒരു മുത്തിയുടെ കൂടെയാണല്ലോ. എന്നാൽ ഒരു വഴി ആ ഒരു മുത്തിയമ്മയെ അവൾ ഉറക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഹീറോയിന്റെ മകള് അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പോൾ അവളെ തേടിയിട്ട് ഹീറോയിനും പിന്നാലെ പോകുന്നുണ്ട്. ഹീറോയിൻ നടന്ന് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചു മുൻപ് ഒരു കുട്ടൂസ് നമ്മുടെ ഹീറോയിന്റെ മകളെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നിരുന്നില്ലേ, അവൻ ഹീറോയിനോട് ചൈനീസിൽ എന്തോ സംസാരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്കും ചൈനീസ് അറിയോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കും അറിയാം, പിന്നെ നമ്മുടെ മുത്തശ്ശിക്കും അറിയാം. മുത്തശ്ശിക്ക് ഒരു മകളുണ്ടായിരുന്നു, അവൾക്കും നല്ലോണം അറിയാം. എന്നാൽ ആ മുത്തശ്ശിയുടെ മകള് മരണപ്പെട്ട ശേഷമാണ് അവരുടെ സമനില പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇതുവരെ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏത് കുട്ടിയെ കണ്ടാലും അത് അവരുടെ മകളാണെന്നാണ് ആ മുത്തശ്ശി കരുതുന്നത്. ഈ വീട്ടിലെ ഒരു റൂമിലായിട്ട് എന്തോ മാന്ത്രിക ചടങ്ങുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ആ വീട്ടിലേക്ക് ചില പ്രേതങ്ങൾ വരുന്നത്. ഈ വീട്ടിലേക്ക് വന്ന പലരും ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു പോണെങ്കിലേ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, ഒരു പടക്കത്തിന്റെ അത്രയല്ലടാ നീയുള്ളൂ, ചെറിയ വായില് വലിയ വർത്താനോ. എന്നാല് ആ ഒരു ചെറിയ പയ്യൻ പണി വാങ്ങാൻ തീരുമാനിച്ചാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഹീറോയിൻ നടന്ന് ആ ഒരു പുഴയുടെ അരികിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു മന്ത്രവാദിനി ലേഡിയോ അവരുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് എന്തോ ഒരു ചടങ്ങ് ചെയ്യുന്നത് അവള് കാണുന്നത്. ഈ കഥയുടെ ആരംഭത്തില് ഹീറോയിൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു അമ്മാവൻ ഹീറോയിനോട് പറഞ്ഞിരുന്നില്ലേ, ഈ ഗ്രാമത്തിലേക്ക് ഓരോ പെൺകുട്ടികൾ വന്നിട്ട് എന്തിനാ വെറുതെ ജീവൻ കളയുന്നേ? അങ്ങേര് നമ്മുടെ
മന്ത്രവാദിനി ലേഡിയുടെ ഭർത്താവാണ്. അപ്പോൾ അവർ രണ്ടുപേരോടും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ അവര് പറയുന്നുണ്ട്, നീ ആ വീട്ടിൽ നിൽക്കാൻ നിൽക്കണ്ട, വേഗം രക്ഷപ്പെട്ടോ. ഞങ്ങൾ ചെയ്യുന്നത് ഈ ഒരു വെള്ളത്തില് മുങ്ങിമരിച്ച ആത്മാക്കൾക്ക് ശാന്തി നൽകാണ്. എന്നിട്ട് ആ മന്ത്രവാദി ഹീറോയിനെ ഒരു തിരി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്? ഈ തിരിയുടെ സ്മെല്ലുള്ള സ്ഥലത്ത് നിന്ന് പ്രേതങ്ങൾ അകന്നു പോകും. നീ ഇപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയില്ലേ, അവരുടെ ശരീരത്തില് ഒരു ആത്മാവുണ്ട്. ആ ഒരു മാനേജർ ലേഡി ആ സ്വത്തുകൾ മുഴുവൻ അവരുടെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പെൺകുട്ടികളെയായിട്ട് ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ഗ്രാമത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടികളും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ ഇതാ നീയും. എന്നാൽ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞോള് അവൾ വീട്ടിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ വീട്ടിലെ ലൈറ്റുകളൊക്കെ ഫ്ലിക്കർ ആവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന് ഈ ഗ്രാമത്തിലേക്ക് വന്നത് ആ ഒരു മുത്തശ്ശിയുടെ വൈരക്കല്ല് എടുക്കാനായിട്ട് അവളെ കടം കൊടുക്കാനുള്ള ഒരുത്തി പറഞ്ഞു വിട്ടതല്ലേ. അപ്പോ അവളെ വിളിച്ചിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഗ്രാമത്തില് ആ മുത്തശ്ശിയെ നോക്കാൻ വരുന്ന ഓരോരുത്തരും മരണപ്പെടുന്ന കാര്യമൊക്കെ അറിയായിരുന്നല്ലേ, എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അപ്പോ ആ ലേഡി പറയുന്നുണ്ട്, ഇതുവരെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, കടം വീട്ടാനുള്ള വല്ലത് അവിടെ നിന്ന് കിട്ടുമോ നോക്ക്, അതും എടുത്തിട്ട് അവിടെ നിന്ന് വേഗം തന്നെ എന്നാ നീ ചാടിക്കോ. ദേഷ്യത്തില് അവൾ ഫോണ് കട്ടിയാണ്. അപ്പോ ആ ഒരു മാനേജർ ലേഡി അവൾ വിളിക്കുന്നുണ്ട്, നീ ഇപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിന്റെ പുറത്തേക്കൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോ അവര് പറയുന്നുണ്ട്, നിന്നെ വിളിപ്പിച്ചത് ആ ഒരു മുത്തശ്ശിയെ നോക്കാനാണ്, ആ ജോലി മാത്രം നീ തൽക്കാലം ചെയ്താൽ മതി. അങ്ങനെ അവള് വീട്ടിലേക്ക് കയറുമ്പോ ആരോ ആ വീട്ടിലൂടെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നേരെ ആ ഒരു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോ മുഖമൊക്കെ മൂടിയ രീതിയിൽ അവര് ഉറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. സംശയത്തില് ഹീറോയിൻ അത് മാറ്റി നോക്കുമ്പോ അതിന്റെ ഉള്ളില് അവളുടെ മകളാണ്. അവള് വല്ലാതെ ഭയന്നിട്ടുണ്ട്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചേ മുത്തശ്ശി, അവരെവിടെ? എന്നാല് ആ മോളൊന്നും പറയാതെ ഭയന്ന് കരയുന്നുണ്ട്. അതേ സമയത്ത് ആ വീട്ടിന്റെ പുറത്തായിട്ട് ചുമരിലൂടെ ഒരു രൂപം മുകളിലേക്ക് കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ കുഞ്ഞോള് ജനലിലൂടെ കണ്ടിട്ടുണ്ട്. അവള് വല്ലാതെ ഭയന്നിട്ട് ഓടി കബോർഡിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഹീറോയിന് മനസ്സിലായിട്ടുണ്ട്, ജനലിന്റെ ഭാഗത്ത് എന്തോ കണ്ടിട്ടാണ് തന്റെ മകള് ഭയന്നത്. ഇനിയിപ്പോ എന്ത് കണ്ടിട്ടായിരിക്കും? ഹീറോയിൻ പതിയെ ജനലിന്റെ അരികിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ പുറത്തുള്ള കുളത്തിലായിട്ട് നമ്മുടെ മുത്തിയമ്മ വീണ് കിടക്കുകയാണ്. ഹീറോയിൻ ഓടി വന്നിട്ട് കുഞ്ഞിപ്പണിയോട് പറയുന്നുണ്ട്, മോളെ ഈ കബോർഡിൽ നിന്ന് അമ്മ വന്ന് നിന്നെ വിളിക്കുന്നത് വരെ നീ പുറത്തു വരരുത്. അങ്ങനെ ആ മുത്തശ്ശിയെ കുളത്തിൽ നിന്ന് ഹീറോയിൻ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് CPR കൊടുക്കുന്നുണ്ട്. അവര് കുടിച്ചുപോയ വെള്ളമൊക്കെ അവരെ കൊണ്ട് കക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഹൃദയമിടിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് മാനേജർ ലേഡിയുടെ കാറ് വരുന്ന ശബ്ദം ഹീറോയിൻ കേൾക്കുകയാണ്. അവള് വല്ലാതെ ഭയന്നിട്ട് വേഗം തന്നെ മുത്തശ്ശി എടുത്തുകൊണ്ടുവന്ന് അവരുടെ റൂമിൽ കട്ടിലിൽ കിടത്തിയിട്ട് ഉറങ്ങുന്നത് പോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മാനേജർ ലേഡി വന്നിട്ടുണ്ട്. അപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, മുത്തശ്ശി അവരറിയാതെ കുളത്തിന്റെ അരികിലേക്ക് പോയി. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരിപ്പോ നല്ലോണം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ലേഡി പറയുന്നുണ്ട്, അതിന് ഒരിക്കലും ഇതിനു മുൻപ് അവര് ആ കുളത്തിന്റെ അരികിലേക്ക് പോയിട്ടേ ഇല്ലല്ലോ. എന്നിട്ട് ആ ഒരു കുഞ്ഞിപ്പെണ്ണിനെ ആ മാനേജർ ലേഡി കാണാതിരിക്കാന് ഹീറോയിൻ ആ കബോർഡിന്റെ അരികിൽ പോയി നിൽക്കുകയാണ്. അപ്പോ ആ ലേഡി പറയുന്നുണ്ട്, ഞാനെന്നാ പോവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. അവര് പോയ ശേഷം ആ കബോർഡ് തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ കുഞ്ഞോളെ കാണുന്നില്ല. അവൾ എവിടെയാ പോയിട്ടുണ്ടാവെന്ന് അറിയാതെ ആ വീട് മുഴുവനായിട്ട് ഹീറോയിൻ തിരയുന്നുണ്ട്. എന്നാൽ ആ മാനേജർ ലേഡിക്ക് എന്തോ ചില സംശയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട് അവരും ചെക്ക് ചെയ്യാണ്. അപ്പോ ആ ഒരു കുഞ്ഞിപ്പെണ്ണ് ചുമരിലായിട്ട് വരച്ചു വെച്ച ചിത്രം അവര് കാണുന്നുണ്ട്. അതുമാത്രമല്ല പല സാധനങ്ങളും വലിച്ചിട്ടതും കാണുന്നുണ്ട്. അപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഹീറോയിൻ അവൾ എന്തോ ഇവിടെ തേടി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ ഹീറോയിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതൊക്കെ നീയാണോ ചെയ്തേ? ഈ ചുമരിൽ ചിത്രം വരച്ചത് അതാരാണെന്ന് പറ. അപ്പോഴാണ് ഹീറോയിനും ആ ഒരു ചിത്രം ശരിക്കും നോക്കുന്നത്. അതില് മരത്തിനരികിൽ നിന്ന് ഒരു കുട്ടിയെ അതിന്റെ പിന്നിൽ നിന്ന് 2 കൈകൾ വന്നിട്ട് പിടിക്കുകയാണ്. അതില് ഭയന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, ഈ ഒരു ചിത്രം അത് വരച്ചത് എൻ്റെ മകളാണ്. എൻ്റെ മകളെ അവളെ കാണാനില്ല, അവളെ ഒന്ന് കണ്ടുപിടിക്കാൻ ഒന്നെന്നെ സഹായിക്കാവോ? എന്നാൽ മാനേജർ ലേഡി പറയുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നേ? നീ ഒരു കുട്ടിയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. നിനക്കും അതുപോലെ ഇവിടെയും ഒരു കുട്ടിയുമില്ല. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ കാണാത്തതാണ്. ഞാൻ എൻ്റെ മകളെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ഹീറോയിന്റെ കൂടെ അവളുടെ മകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. അവളൊരു സൈക്കോ പോലെ ശാന്തമായിട്ട് എൻ്റെ മകളെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? അതുപോലെ പെട്ടെന്ന് വൈൽഡായിട്ട് എൻ്റെ മകളെ കണ്ടുപിടിച്ച് താടി. അത് കേട്ടപ്പോ മാനേജർ ലേഡി പറയുന്നുണ്ട്, ഇതിനു മുൻപും ഇവിടെ പലരും മുത്തശ്ശിയെ നോക്കാൻ വന്നിട്ടുണ്ട്. അവര് പോകുന്നതിന് മുൻപും ഇതൊക്കെ തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നീയൊന്ന് സമാധാനത്തില് ചിന്തിച്ചു നോക്ക്. എന്നാൽ ഹീറോയിൻ അതൊന്നും കേൾക്കുന്നില്ല. അവള് ചോദിക്കുന്നുണ്ട്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കൂടെ എന്റെ മകളെയും കൂട്ടിയിട്ടാ ഞാനിങ്ങോട്ട് വന്നേ. അപ്പോ മാനേജർ ലേഡി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പൊയ്ക്കോ. അങ്ങനെ അവളുടെ കഴുത്ത് പിടിച്ചിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണ്. എന്നാൽ ദേഷ്യം വന്ന ഹീറോയിന് അവിടെ നിന്ന് ഒരു പൂച്ചട്ടി എടുത്തിട്ട് ആ ലേഡിയുടെ തല അടിച്ച് പൊട്ടിക്കുകയാണ്. ആ ഒരു ലേഡിയുടെ ബോധം പോയി താഴെ വീണിട്ടുണ്ട്. എന്നാൽ ഹീറോയിന്റെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അവൾക്ക് ശരിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ പതിയെ ആ റൂമിലേക്ക് പോകുമ്പോൾ ജനലിനരികിലൂടെ ആരോ പാസ് ചെയ്ത് പോകുന്നത് അവൾ കാണുന്നുണ്ട്. അത് തന്റെ മകളാണെന്ന് കരുതിയിട്ട് അവളുടെ പേര് വിളിച്ചിട്ട് പിന്നാലെ പോയിട്ട് ആ ഒരു കുളത്തിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുളത്തിലായിട്ട് എന്തെങ്കിലും മുങ്ങി താഴ്ന്നു കഴിഞ്ഞാൽ ഈ കോമള പൊന്തൂലെ അതുപോലെ അവൾ കാണുന്നുണ്ട്. ഹീറോയിനും പതിയെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ ആ ഒരു കുളത്തിന്റെ അടിയിൽ നിന്ന് അമ്മ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇങ്ങോട്ട് വാ. എന്നാൽ ഹീറോയിന്റെ മകൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അവള് വേഗം തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി നോക്കുകയാണ്. അവള് പതിയെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ പുറത്തേക്ക് വരുന്നതിന് മുൻപ് ആരോ അവളുടെ കാല് പിടിച്ച് അടിയിലേക്ക് വലിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ സ്വബോധം വരുന്നുണ്ട്. അവള് രക്ഷപ്പെടാൻ വേണ്ടി കൈ കാലിട്ട് അടിക്കുന്നുണ്ട്. അവള് പതിയെ പതിയെ ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ഹീറോയിനൊരു സിംഗിൾ മദറല്ലേ. അവളാണെങ്കിൽ കുറേയധികം കടത്തില് പെട്ട് കിടക്കുകയാണ്. ആ കടം വീട്ടാന് അവൾക്കൊന്ന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം തന്റെ മകളെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അവളൊരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. അവളുടെ സ്വന്തം മകളെ ഒരു സ്വിമ്മിംഗ് പൂളിൽ മുക്കിയിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഡ്രെയിനേജ് ഹോളില് അതിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ കാല് കുടുങ്ങിപ്പോയിട്ട് അവൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ അവളെ പിടച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ട ഏതോ ഒരു സ്ത്രീ അന്ന് ഹീറോയിന്റെ മകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് തുടക്കത്തിൽ നമ്മൾ ആ ഒരു പെൺകുട്ടിയുടെ കാലിലെ ഒരു മുറിവിന്റെ പാട് ഹീറോയിൻ കണ്ടപ്പോ അവള് വല്ലാതെ ഡിസ്റ്റർബ് ആയത്. അതിനു പുറമെ ആ വീട്ടിലേക്ക് ഹീറോയിൻ വരുന്ന സമയത്ത് പൈപ്പിലായിട്ട് രക്തം പോലെ അവളെ കണ്ടിരുന്നില്ലേ, അത് ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് ഹീറോയിന് തോന്നിയതാണ്. എന്നാൽ ഭാഗ്യത്തിന് കുളത്തിലേക്ക് മുങ്ങിത്താന്ന ഹീറോയിനെ നമ്മുടെ മന്ത്രവാദി ലേഡി രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ഹീറോയിൻ ആ ലേഡിയോട് പറയുന്നുണ്ട്, എന്റെ മകളെ അവളെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു മന്ത്രവാദി ലേഡി പറയുന്നുണ്ട്, അതിന് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നേ? എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, ആരും കാണാതിരിക്കാൻ എന്റെ മകളെ ഒരു പെട്ടിയിൽ ഒളിപ്പിച്ചിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്റെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരുമോ? അവളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവളുടെ കണ്ണ് വല്ലാതെ നിറയുന്നുണ്ട്. അപ്പോ അവര് പറയാണ്, നീ വിഷമിക്കണ്ട, ആദ്യം നീ എന്റെ കൂടെ വാ. അങ്ങനെ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് ആ ഒരു ലേഡി പറയുന്നുണ്ട്, എന്റെ മകൻ നീ നോക്കാൻ വന്ന ആ മുത്തശ്ശിയുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഗ്രാമത്തില് അവർക്ക് പ്രേതബാധ ഏറ്റുവെന്ന് ചില കിംവദന്തികള് പരക്കാൻ തുടങ്ങിയത്. എന്റെ മകൻ എപ്പോഴും പറയാറുണ്ട് ആ വീട്ടില് വേറെ ആരോ ഉണ്ടെന്ന്. അപ്പോഴാണ് ആ ഒരു വീട്ടിൽ വെച്ചിട്ട് ആ മുത്തശ്ശി എന്റെ മകനെ കഴുത്തിലിടാനായിട്ട് ഒരു ലോക്കറ്റ് കൊടുത്തത്. അപ്പോ ഹീറോന്റെ കഴുത്തിലുള്ള ആ ഒരു ലോക്കറ്റ് അവള് തൊട്ടു നോക്കുകയാണ്. എന്നിട്ട് അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകന് അവൻ എന്താ പറ്റിയേ? എന്നാൽ ആ ഒരു സ്ത്രീ മറുത്തൊന്നും പറയാതെ ആ കുളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അതായത് അവരുടെ മകനും ആ ഒരു കുളത്തിൽ മുങ്ങി തന്നെയാണ് മരണപ്പെട്ടു പോയത്. ആ ഒരു കുളത്തിലായിട്ട് ഏതോ ഒരു ദുഷ്ട ആത്മാവുണ്ട്. ആ ആത്മാവാണ് ആ കുളത്തിലേക്ക് പലരെയും കൊണ്ടുപോയിട്ട് കൊന്നു കളയുന്നത്. നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് ഒരു ചെറിയ കുട്ടൂസ് വന്നിട്ട് ഇടക്ക് സംസാരിക്കാറില്ലേ, അത് വേറെ ആരുമല്ല, ഈ ഒരു മന്ത്രവാദിനി ലേഡിയുടെ മരണപ്പെട്ടു പോയ മകനാണ്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, പലരെയും ആ കുളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ദുഷ്ടശക്തി അത് ആ കുളത്തിൽ മാത്രമല്ല ആ ഒരു മുത്തശ്ശിയില്ലേ അവരെയും ബാധിച്ചിട്ടുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഹീറോൻ അങ്ങനെ നോക്കി നിൽക്കാണ്. അവര് പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിലെ ഓരോ കുട്ടികളോ ആ ഒരു കുളത്തില മുങ്ങി മരിച്ചുപോയെ. അവരെ നോക്കാൻ വന്ന ആരും തന്നെ ജീവനോടെ ഇവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് വൈകാതെ ചിലപ്പോ നിനക്കും എന്തെങ്കിലും സംഭവിച്ചാലോ നീ നിന്റെ ജീവനം കൊണ്ട് ഈ നാട് വിട്ടു പോയിക്കോ. അങ്ങനെ ഹീറോയിൻ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ചെറിയ പയ്യനില്ലേ കുട്ടൂസെ, അവൻ ഹീറോയിന്റെ മകളുടെ ആ ഒരു പാവയും കയ്യിൽ വെച്ചിട്ട് നടന്നു പോകുന്നത് അവള് കാണുന്നുണ്ട്. അപ്പോ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്റെ മകളെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അപ്പോ നമ്മുടെ കുട്ടൂസ് പറയുന്നുണ്ട്, ആ കണ്ടിരുന്നു, ആ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് കുറെ ദിവസം മുമ്പാ, ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. ദേഷ്യമെന്ന ഹീറോയിന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവയെ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നാൽ അവനത് പിടിച്ചു വെക്കുകയാണ്. അതിനിടയിൽ ആ ഒരു പാവ തെറിച്ച് കുളത്തിൽ വീണിട്ടുണ്ട്. എന്നാൽ ആ പയ്യൻ പറയുന്നുണ്ട്, ആ പാവയെ പോലെ നിന്റെ മകളും വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടാവോ? അത് കേട്ടപ്പോ ഹീറോയിൻ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അവളുടെ കണ്ണുകള് നിറയാണ്. ആ ഒരു കുട്ടൂസ് അവിടുന്ന് പോകുന്നതിന് മുൻപ് പറയുന്നുണ്ട്, ആ വീട്ടിലായിട്ട് ഒരു മന്ത്ര റൂമുണ്ട്. നിന്റെ മകളെ രക്ഷിക്കണമെങ്കിൽ അത് നീ ആദ്യം കണ്ടെത്താൻ നോക്ക്. തന്റെ മകളെയും തേടിയിട്ട് ഹീറോയിൻ നേരെ ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്റെ മകള് അവളെവിടെ? എന്നാൽ ഹീറോയിനോട് ഒന്നും പറയാതെ അവര് നേരെ നടന്ന് നീങ്ങാണ്. അപ്പോ നമ്മുടെ ഹീറോയിന് ആ ഒരു മന്ത്രവാദി ലേഡി കൊടുത്ത ആ ഒരു തിരിയിൽ അതും കത്തിച്ചിട്ട് ഹീറോയിന്റെ മകള് വരച്ച ആ ഒരു ചിത്രമുള്ള ആ റൂമിലേക്ക് അവള് പോവാണ്. അവിടെ തലക്കടി കിട്ടി ബോധം പോയ മാനേജർ ലേഡിയുടെ ബോധം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു ചുമരിലായിട്ട് അവളുടെ മകള് വരച്ച ചിത്രം നോക്കിയിട്ട് പതിയെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോ പുറത്ത് കുറച്ചകലെ ഒരു മരത്തിനരികിൽ നിന്നിട്ട് ആ മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങോട്ട്
ഇങ്ങോട്ട് നീ വരരുത് എന്ന് ചൈനീസിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ആദ്യമായിട്ട് ആ മരത്തിനരികിലായിട്ട് ഒരു സ്ത്രീയുടെ പ്രേത രൂപത്തെ ഹീറോയിൻ കാണുന്നത്. പെട്ടെന്ന് അവിടെ ആരെയും കാണാനില്ല. ഇനി ആ മുത്തശ്ശി റൂമിലുണ്ടെങ്കിലോ? ഹീറോയിൻ നേരെ ആ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോ അവിടെ കബോർഡിൽ നിന്ന് ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നുണ്ട്. ആ ഒരു കബോർഡ് തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്, പാതാളത്തിലേക്ക് പോകുന്ന പോലെ. ഹീറോയിനും ഒരു ചെറിയ ചൂട്ട് കത്തിച്ചിട്ട് ആ ഇരുട്ടില് പതിയെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. ആ ഒരു റൂമില് കുറേയധികം മെഴുകുതിരികള് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചകലെയായിട്ട് ഹീറോയിന്റെ മകള് കിടക്കുന്നതും അവള് കാണുന്നുണ്ട്. അവളെ കണ്ടപ്പോഴാണ് ഹീറോയിന് ശ്വാസം നേരെ വീഴുന്നത്. വേഗം അവള് കെട്ടി വാരി പുണരുന്നുണ്ട്. അതായത് കുറച്ചു മുൻപ് ആ ഒരു കുഞ്ഞു പയ്യൻ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു മന്ത്ര റൂം നീ കണ്ടുപിടിക്കാൻ നോക്കുന്ന ആ ഒരു റൂം തന്നെയാണിത്. ഹീറോയിൻ തന്റെ മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോ ആ ഒരു മന്ത്ര റൂമിലായിട്ട് വെള്ളം നിറയാണ്. വേഗം തന്നെ തന്റെ മകളെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു തുരങ്കവും കടന്ന് കബോർഡിലൂടെ റൂമിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുള്ളിൽ തന്നെ ബോധം പോയി മയങ്ങിക്കിടന്ന മാനേജർ ലേഡി എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോ ഹീറോയിന്റെ കയ്യിലുള്ള അവളുടെ മകളെ കണ്ടിട്ട്, ഓഹോ, അപ്പോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നല്ലേ? എന്നിട്ട് ഹീറോയിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചാവിയുള്ള ലോക്കറ്റും പിടിച്ചു പറിച്ചിട്ട് ആ ഒരു മന്ത്ര റൂമിലേക്ക് മാനേജർ ലേഡി ഓടിപ്പോന്നുണ്ട്. ഹീറോയിന് അവളുടെ മകളെ കിട്ടിയില്ലേ, ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലെന്താ? അവള് മകളുമായിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോ ഹീറോയിന്റെ അടുത്തേക്ക് ആ മുത്തശ്ശി ഓടി വരുന്നുണ്ട്. അവരുടെ അരികിലായിട്ട് ഒരു കാറ് നിൽക്കുന്നുണ്ട്. അപ്പോ ആ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആ വഴി പോരുത്, പോയി കഴിഞ്ഞാല് ആ പ്രേതത്തിന്റെ മുന്നിൽ നീ പെട്ടുപോകും, ആ കുളത്തിന്റെ അടുത്തേക്ക് നീ പോവല്ലേ. എന്നാൽ ഹീറോയിന് ആ മുത്തശ്ശിയെ വിശ്വസിക്കുന്നില്ല. അപ്പോ മുത്തശ്ശി സങ്കടത്തിൽ പറയുന്നുണ്ട്, മോളെ, എന്റെ മകൾക്കും നിന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ചാവിയുമായിട്ട് പോയ ആ ഒരു മാനേജർ ലേഡിയെ ആ വൈരക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ആ സന്തോഷത്തില് അവള് അലറിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിലെ ആ റൂമിലേക്ക് ആ തുരങ്കത്തിലൂടെ ആ ഒരു പ്രേതം വന്നിട്ടുണ്ട്. എന്നിട്ട് അവളുടെ കാല് പിടിച്ച് വലിക്കുകയാണ്. ആ ഒരു ലേഡി വല്ലാതെ ഭയന്ന് അലറുന്നുണ്ട്. എന്നാല് ആ ലേഡി വലിച്ചെടുത്ത് റൂമിലേക്ക് ആ പ്രേതം കൊണ്ടുപോവാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അവള് അലറുന്ന ആ ഒരു ശബ്ദം പുറത്തു നിന്ന് ഹീറോയിനും മുത്തശ്ശിയും കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മുത്തശ്ശി ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അതായത്, എനിക്ക് ഒരു ഭ്രാന്തും പിടിച്ചിട്ടില്ല, ഒരു ബാധയും ബാധിച്ചിട്ടുമില്ല. ആ ഒരു മാനേജർ ലേഡിയില്ലേ, അവളും എന്റെ കുടുംബത്തിൽ ഒരുവളാണ്. അവൾക്ക് എന്റെ കയ്യിലുള്ള വിലമതിക്കാനാവാത്ത മരുതകക്കല്ലിനെ കുറിച്ച് അറിവ് കിട്ടിയപ്പോ അത് കൈക്കലാക്കാന് പലപ്പോഴും അവൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഞാന് ആ ഒരു മാന്ത്രിക റൂമിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ആ റൂമിലേക്ക് ആ ഒരു ആത്മാവ് വരാതിരിക്കാന് ചില മാന്ത്രിക ചടങ്ങുകളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ മകൾക്ക് ഒന്നും സംഭവിക്കാതെ ആ ഒരു ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഒരു മരുതകക്കല്ല് അതൊരിക്കലും അവിടെ നിന്ന് എടുക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ അതവൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ആത്മാവ് അവള് സ്വതന്ത്രയായിട്ടുണ്ട്. പിന്നെ നീ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ പയ്യനെ. അവൻ തന്നെയാണ് ആ വെള്ളത്തിലുള്ള ആ ഒരു ആത്മാവ്. അവൻ എങ്ങനെയെങ്കിലും നിന്നെ ആ കുളത്തിനരികിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് ഇതിനുള്ളിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഈ ഗ്രാമത്തില് ഒരു കുട്ടികളും ജീവനോടെയില്ല. നീ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോ ആകെ നിന്റെ മകളാണ് ജീവനോടെയുള്ളത്. അപ്പോൾ അവളെയും നിന്നെയും കൊല്ലാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ അതൊന്നും ഹീറോയിൻ മനസ്സിലാക്കുന്നില്ല. ആ ഒരു മുത്തശ്ശിയെ തള്ളിവിട്ടിട്ട് അവിടുന്ന് കാറും എടുത്തിട്ട് ഹീറോയിൻ പോവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മുത്തശ്ശി അവളെ സ്റ്റോപ്പ് ചെയ്യാന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അവൾ അവിടുന്ന് പോവാണ്. കുറച്ചു കഴിഞ്ഞ് ആ ഒരു ചെറിയ പെൺകുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ കാറിപ്പ് നിൽക്കുന്നത് ആ ഒരു കുളത്തിനരികിലാണ്. ഹീറോയിൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാറിന്റെ പിന്നിലായിട്ട് ആ ഒരു ആത്മാവ് ഇരിക്കുന്നുണ്ട്. ആ പ്രേതത്തെ കണ്ട് ഭയന്നിട്ട് ഹീറോയിനും ആ ഒരു ചെറിയ പെൺകുട്ടിയോ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ ഒരു ചെറിയ പെൺകുട്ടി വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ട്. അവളുടെ പിന്നാലെ ഹീറോയിനും പോവാണ്. ആ ഒരു പെൺകുട്ടി നേരെ പോയിട്ട് ആ കുളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഹീറോയിനും അവളെ രക്ഷിക്കാനായിട്ട് അവളുടെ പിന്നാലെ എടുത്ത് ചാടുന്നുണ്ട്. മുൻപൊരിക്കൽ ഹീറോയിന്റെ മകളുടെ കാല് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ കുടുങ്ങിപ്പോയിരുന്നില്ലേ, അതുപോലെ ആ ഒരു ലേക്കിന്റെ അടിയിൽ ഒരു കല്ലിലായിട്ട് അവളുടെ കാല് കുടുങ്ങാണ്. എന്നാൽ ഹീറോയിനെ എങ്ങനെയോ അവളെ രക്ഷപ്പെടുത്തിയിട്ട് അവളെ വാരി പുണർന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ മകള് അവളെ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നത്. അപ്പോഴാണ് അവൾ ശരിക്ക് കാണുന്നത് അത് അവളുടെ മകളല്ല, മറിച്ച് ആ ഒരു കുഞ്ഞി പയ്യനാണ്. ആ ഒരു പ്രേതം ഹീറോയിനെ കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ മുത്തശ്ശി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ആ ഒരു പ്രേതം മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹീറോയിനെ വിട്ടിട്ട് മുത്തശ്ശിയുടെ നേരെ അത് വരികയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ, എന്നെ പോലൊരു ജീവിതം അത് നിനക്ക് വേണ്ട. ആ ഒരു പയ്യന്റെ പ്രേതം മുത്തശ്ശിയെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിനും രക്ഷപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ മകള് കുറച്ചകലെ നിൽക്കുന്നത് കാണുന്നത്. ഓടിപ്പോയിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട്, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട,
നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഹീറോയിന്റെ മകള് അവളെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ആദ്യമായിട്ട് തന്റെ മകള് സംസാരിക്കുകയാണ്. ഹീറോയിനോട് മുത്തശ്ശി എവിടെയെന്ന് ചോദിച്ചിട്ട് അവള് കരയുന്നുണ്ട്. ഹീറോയിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മുടെ ഹീറോയിനും കുഞ്ഞിപ്പെണ്ണും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ആ ഗ്രാമത്തിലെ എല്ലാവരും മുത്തശ്ശിയുടെ മരണത്തെക്കുറിച്ച്, ആ ഗ്രാമത്തിലെ ഏതോ ഒരു ചെറിയ പയ്യന്റെ ആത്മാവ് കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പയ്യൻ മരണപ്പെട്ട ശേഷം ആ ഗ്രാമത്തിലെ പല കുട്ടികളും ആ ഒരു കുളത്തില് മുങ്ങി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വീട് സെർച്ച് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അതിലായിട്ട് ഒരു വീഡിയോ ഉണ്ട്. ആ ഫോണ് അത് ഹീറോയിന്റെ ഫോണാണ്. ഒരിക്കൽ മുത്തശ്ശി ചൈനീസ് സംസാരിക്കുന്നത് കേട്ടിട്ട് ഹീറോയിൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നില്ലേ? അപ്പോ മുത്തശ്ശി പറഞ്ഞിരുന്നു, നിന്റെ പിന്നില് എന്തോ വരുന്നുണ്ട്, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്നാൽ ഹീറോയിനപ്പൊ കരുതിയിരുന്നത് അവര് ഹീറോയിനെ ചീത്ത പറയാണെന്നാണ്. എന്നാൽ ആ ഒരു മുത്തശ്ശി ഹീറോയിന്റെ പിന്നിലായി നിന്നിരുന്ന ആ ഒരു പ്രേതത്തെയാണ് ചീത്ത പറഞ്ഞ് ഓടിക്കാൻ നോക്കിയിരുന്നത്. അതുപോലെ ആ ഒരു പ്രേതത്തോടാണ് ആ മുത്തശ്ശി പറഞ്ഞിരുന്നത്, നീ ഒരിക്കലും എന്റെ മകളല്ല, നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ആ ഒരു ആത്മാവും ദേഷ്യത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ആ ഒരു മുത്തശ്ശി പറഞ്ഞ പോലെ ആ ഒരു ചെറിയ പയ്യൻ തന്നെയാണ് ആ ഗ്രാമത്തിലെ ഓരോ കുട്ടികളെയും ആ ഒരു തടാകത്തിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയുന്നത്. കാരണം ഒരു കുട്ടിയും അവരുടെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ആ കുളത്തിലുള്ളത് ആ പയ്യന്റെ പ്രേതാണോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മകളുടെ പ്രേതാണോ? അതായത് അവര് രണ്ടുപേരുടെ ആത്മാവും ആ കുളത്തിൽ തന്നെയാണുള്ളത്. അവർക്ക് രണ്ടുപേർക്കും ഒരു അമ്മയുടെ കൂടെ മക്കള് സന്തോഷത്തിൽ ജീവിക്കുന്നത് തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ ഗ്രാമത്തിലെ ഓരോ കുട്ടികളെയും ആ ഒരു തടാകത്തിലേക്ക് അവര് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹീറോയിൻ തന്റെ മകളെയും കൂട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആ ഒരു മന്ത്ര റൂമിലേക്ക് പോവാന് ആരാ പറഞ്ഞ്, മുത്തശ്ശിയാണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല, അമ്മയല്ലേ ആ കബോർഡിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞേ. എന്നാൽ എങ്ങനെയാണ് ആ റൂമിൽ എത്തിയെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീറോയിന് സന്തോഷമാകുന്നുണ്ട്. കാരണം അവൾ പറഞ്ഞ വാക്ക് ഹീറോയിന്റെ മകള് പാലിക്കായിരുന്നു. തന്റെ മകള് എത്രത്തോളം തന്നെ വിശ്വസിച്ചിരുന്നുവെന്ന് ഹീറോയിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിയുടെ മകൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. അതില് മുത്തശ്ശിയുടെ മകള് അവരോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ നമുക്ക് ഒളിച്ചു പിടിച്ച് കളിച്ചാലോ? എന്നാൽ മുത്തശ്ശി ആ സമയത്ത് ഒരു ഫോണിലായിരുന്നു. അവര് പറയുന്നുണ്ട്, മോള് പോയിട്ട് ഒളിക്കേ, ഞാൻ നിന്നെ കണ്ടുപിടിച്ചോളാം. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തന്റെ മകള് തിരിച്ചു വന്നോളൂ എന്നുള്ള വിശ്വാസത്തില് അവര് ആ ഫോണില് സംസാരിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ആ ഒരു മുത്തശ്ശിയുടെ മകള് നമ്മുടെ ഹീറോയിൻ ആദ്യം ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോ ഒരു മരത്തിന് പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയതുപോലെ കണ്ടിരുന്നില്ലേ? അതേ മരത്തിന് പിന്നിലാണ് അവള് യഥാർത്ഥത്തില് ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മുത്തശ്ശി ഫോൺ വിളിച്ച ശേഷം തന്റെ മകളെ ആ വീട്ടിൽ മുഴുവനായിട്ട് തേടി നോക്കുന്നുണ്ട്. ആ ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് കാൽ തെറ്റിയിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടി ആ കുളത്തിലേക്ക് വീണു പോയിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിൽ മുഴുവൻ തേടിയിട്ടും തന്റെ മകളെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വെള്ളത്തിൽ വീണുപോയ കുഞ്ഞിപ്പെണ്ണ് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു മുത്തശ്ശിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് തന്റെ മകൾ മരണപ്പെട്ടു പോയതെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ആ ഒരു ചെറിയ പയ്യൻ അവൻ ആരായിരുന്നു? അതായത് നമ്മുടെ മന്ത്രവാദിനിയുടെ മകൻ തന്നെയാണ്. ആ ഒരു പെൺകുട്ടിയും ആ ഒരു പയ്യനും നല്ല കൂട്ടുകാരായിരുന്നു. അതേ കുളത്തിൽ വീണ് തന്നെയാണ് അവനും മരണപ്പെട്ടു പോയത്. അങ്ങനെ അവര് രണ്ടുപേരും ആത്മാക്കളായിട്ട് മാറിയിട്ടുണ്ട്. അവസാനം ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മയെയും ആ ഒരു കുളത്തിലേക്ക് അവൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം അവളുടെ അമ്മയുടെ കൂടെ അവളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ലോകത്തിലേക്ക് അവരെന്നേക്കുമായിട്ട് ചെന്നെത്തുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ചില സംശയങ്ങൾ മാറിയിട്ടുണ്ടാവില്ല. അതായത് ഹീറോയിനും മകളും ആ വീട്ടിലേക്ക് വന്നിട്ട് ഇത്ര നാളായിട്ടും എന്തുകൊണ്ടാ ആ ഒരു ലേക്കിലേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്? അതായത് നമ്മുടെ മുത്തശ്ശി അവരുടെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മരതക കല്ലില് ചില മാന്ത്രിക ചടങ്ങുകൾ ചെയ്തിട്ട് ആ ഒരു മാന്ത്രിക റൂമിന്റെ ഉള്ളില് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴായിട്ട് ഹീറോയിനെയും മുത്തശ്ശിയുടെ മകളുടെ ആത്മാവ് ഭയപ്പെടുത്താൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ കല്ലിന്റെ ശക്തി കൊണ്ടാണ് അവർക്ക് വലിയ ആപത്തൊന്നും സംഭവിക്കാതിരുന്നത്. എന്നാൽ എന്നാണോ ആ മാനേജർ ലേഡി അതവിടെ നിന്നെടുത്തത്, അതേ സമയത്ത് അവളെ കെട്ടിവെച്ച എല്ലാ ബന്ധനങ്ങളും തകർന്നിട്ട് അവള് സ്വതന്ത്രയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഹീറോയിന്റെയും മകളുടെയും കാര്യത്തില് ആ മുത്തശ്ശി വല്ലാതെ ഭയന്നിരുന്നത്. പിന്നെ തുടക്കത്തിൽ കുറേയധികം പെൺകുട്ടികൾ എങ്ങനെയാ മരണപ്പെട്ടത്? അതായത് അവരൊക്കെ മരണപ്പെട്ട ശേഷമാണ് നമ്മുടെ മുത്തശ്ശിക്കും മന്ത്രവാദി ലേഡിക്കും ആ വീട്ടിലെ കുളത്തിലെ ആപത്ത് മനസ്സിലായത്. അതിനുശേഷമാണ് അവര് ആ ചടങ്ങ് പൂർത്തിയാക്കിയത്. ഇപ്പോ ഏകദേശം എല്ലാ നിങ്ങളുടെ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ആ ഗ്രാമത്തിലെ ഒരു അമ്മയും
ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു സമയത്ത് തന്റെ മകളുടെ വില ഹീറോയിൻ മനസ്സിലാക്കിയിരുന്നില്ല. അവസാനം രണ്ടുപേരും അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പല ഹൊറർ കഥകളും കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത്രത്തോളം ട്വിസ്റ്റുള്ള ഒരു ഹൊറർ കഥ ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്, അതും ഒരു കൊറിയൻ ഹൊറർ ത്രില്ലർ. ഈ ഒരു കഥ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഹൊറർ കഥകൾ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ കണ്ടുമുട്ടും വരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ഡബ്സ് മലയാളി. ടാറ്റ, ബൈ.